وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. صدق الله مولانا العظيم. ആദരണീയരായ പണ്ഡിതന്മാർ, നൂറുൽ ഉലമ KP ഉസ്താദ്, സിറാജുൽ ഉലമ കടക്കൽ ഉസ്താദ്, മറ്റ് എല്ലാ ധാരാളം ഉലമാക്കൾ, സാദാത്തുക്കൾ എല്ലാവരും നിറഞ്ഞ ഒരു വേദിയാണ്. ഇവിടെ വലിയ ഉലമാക്കളുടെ പലരുടെയും പ്രഭാഷണങ്ങളൊക്കെ കാത്തിരിക്കുകയും ചെയ്യുന്നൊരു സമയത്ത് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. മസ്ജിദിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗം അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂൻ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ പണിത വിശുദ്ധ ഖുർആൻ പറയുന്നത്, ആദ്യമായി നബി തങ്ങൾ മദീനയിൽ പണിത മസ്ജിദാണ് മസ്ജിദ് ഖുബ. മറ്റൊരു കൂട്ടർ ബിദ്അത്തിന്റെ ആളുകൾ ഒരു മസ്ജിദ് ഉണ്ടാക്കിയിട്ട് തങ്ങളെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഉദ്ഘാടനം ചെയ്താൽ പിന്നെ ആളുകളൊക്കെ അവിടെ വരുമല്ലോ എന്ന് കരുതിയിട്ട്, അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ലാ തഖും ഫീഹി അബദാ, സ്ത്രീകൾ പോകുന്ന മസ്ജിദുകൾ അല്ല ആ തഖ്വയിൽ അധിഷ്ഠിതമായ മസ്ജിദ് എന്ന് പറയുന്നത്. ഫീഹി റിജാലുൻ, പുരുഷന്മാർ വരുന്ന മസ്ജിദാണത്. യുഹിബ്ബൂന അൻ യതതഹറു, അവർ ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്നവരും ആണ്. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ആത്മശുദ്ധിയും ബാഹ്യശുദ്ധിയും. തഹാറത്ത്, നജസ്സുകളിൽ നിന്ന് വൃത്തിയാവുക, മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാവുക. എന്നാൽ മനസ്സ് ശുദ്ധിയാവുക എന്ന് പറഞ്ഞതാണ് കാമിലായ ത്വഹാറത്ത് എന്ന് പറയുന്നത്. ബാഹ്യമായ ശുദ്ധി അത് മുഅ്മിനന്റെ പ്രത്യേകതയാണ്. ഗുജറാത്തിൽ മർക്കസിനു കീഴിൽ ഒരു സ്കൂൾ ആരംഭിച്ചു 13 വർഷം മുമ്പ്. ഇപ്പൊ 13ാമത്തെ സ്കൂൾ ഈ വർഷം ഉദ്ഘാടനം ചെയ്തു. അവിടെ വലിയ വംശീയ ഹത്യകൾ നടന്ന് 2000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ട വലിയ സംഭവമുണ്ടായി. ഗുജറാത്ത് എന്ന് കേട്ടാൽ ആളുകൾക്ക് പേടി വരുന്ന ഒരു കാലത്താണ് ഗുജറാത്തിൽ മർക്കസ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി പോകുന്നത്. ഇന്ന് അൽഹംദുലില്ലാ ആ പ്രദേശങ്ങളിലെല്ലാം അമുസ്ലിംകൾ മുസ്ലിംകളെ തിരിച്ചറിയുകയും പരസ്പരം സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. 5-8 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ അവിടെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ടീച്ചേഴ്സ് എല്ലാം ഒരുമിച്ച് കൂടിയ സമയത്ത് വയസ്സായ ഒരു ബ്രാഹ്മൺ സ്ത്രീ, ഒരു ടീച്ചർ പറയുകയാ, ഇവിടുത്തെ മുസ്ലിം സ്കൂളുകളിൽ ഒരിക്കലും ഞങ്ങളാരും പോകില്ല, ഞങ്ങളുടെ കുട്ടികളും പോകില്ല, ഞങ്ങൾ ജോലിക്കും പോകൂല. എൻ്റെ ജോലിയൊക്കെ അവസാനിച്ച് വീട്ടിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ടൊരു പരസ്യം കണ്ടപ്പോൾ വന്ന് എന്നെ ഇവിടെ ജോലിക്കെടുത്തു. അത് തന്നെ എനിക്ക് അത്ഭുതമായി. ഞാനിവിടെ ജോലിക്ക് വന്നത് എൻ്റെ വീട്ടുകാർക്കെല്ലാം വലിയ അത്ഭുതവും അതോടൊപ്പം വലിയ ഭീതിയും ആയി. എനിക്കിവിടെ വരുമ്പോൾ 2 ആശങ്കയാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, മുസ്ലിംകൾ തീവ്രവാദികളാണോ എന്ന്. അതിവിടെ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി,
ഇവിടുത്തെ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും വിദ്യാർത്ഥികളുടെയും എല്ലാം ഇടപെടലുകൾ കണ്ടപ്പോൾ മുസ്ലിങ്ങൾ വളരെ ശാന്തരും സമാധാനകാംക്ഷികളുമാണ്, സ്നേഹിക്കുന്നവരാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഞാൻ ചിലപ്പോൾ സ്കൂളിലൊക്കെ വൈകിട്ട് വീട്ടിലേക്ക് പോകാൻ വൈകുമ്പോൾ, എന്തെങ്കിലും സ്പെഷ്യൽ ആക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ അപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കും. ഞാൻ പറയും, ഐ ആം മോർ സേഫർ അറ്റ് സ്കൂൾ ദാൻ അറ്റ് ഹോം. വീട്ടിലേതിനേക്കാളും ഞാൻ കൂടുതൽ സുരക്ഷിതമാണ് ഈ സ്കൂളിലെന്ന്. രണ്ടാമത് എനിക്കുണ്ടായ ഒരു ആശങ്ക ഈ സ്കൂളിലേക്ക് വരുമ്പോൾ മുസ്ലിംകൾ വൃത്തിയില്ലാത്തവരാണോ എന്നതായിരുന്നു. അതാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും, മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ ബോംബുണ്ടാകും എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ സാധുക്കളായ ആളുകൾ അത് കേട്ട് വിശ്വസിച്ചു പോകുമല്ലോ. അങ്ങനെ മുസ്ലിമിന് വൃത്തിയില്ല എന്നാണ് പ്രചരിപ്പിക്കുന്നൊരു കാര്യം. ഞാൻ ഈ സ്കൂളിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ നിലപാടുകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിച്ചു വന്നാൽ പാൻസിൽ ഒരു തുള്ളി മൂത്രം തെറിച്ചു എന്ന് പറഞ്ഞിട്ട് അത് കഴുകാൻ വേണ്ടി പോകുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളൊക്കെ മൂത്രം കൊണ്ട് ആഘോഷിക്കുന്നവരാണ്. മൂത്രം മുറ്റത്ത് തെളിക്കുക, പാത്രം കഴുകുക, ഇതിനൊക്കെ മൂത്രം ഉപയോഗിക്കുന്ന ഒരാളുകളാണ്. അപ്പം മൂത്രം പോലും ഇത്ര അശുദ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത്രയേറെ വൃത്തിയുണ്ടോ മുസ്ലിങ്ങൾക്കെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി. ഞാൻ വന്നതിന് ശേഷം ഇപ്പം ഇവിടുത്തെ 5-8 സ്ത്രീകൾ, ഇവരൊക്കെ ബ്രാഹ്മണന്മാരും പട്ടേലർമാരും ഒക്കെയാണ്, ഇവർ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്കവിടെ ഒരു സമ്മേളനമുണ്ടായപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ വകയായുള്ളൊരു ഗസ്റ്റ് ഹൗസ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ വേണ്ടി തന്നു. അമ്പലത്തിലാണ് നമുക്ക് പോകാൻ പറ്റാത്തത്. അമ്പലത്തിൻ്റെ വകയായുള്ള ഗസ്റ്റ് ഹൗസോ പ്രോപ്പർട്ടിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റില്ലല്ലോ. ഞാൻ പറയുന്ന അവരുടെ മനസ്സിൽ മാറ്റങ്ങളുണ്ടായി. അപ്പം മുസ്ലിമിന് രക്തം, കഫം, മലം, മൂത്രം, ചലം, ഛർദിച്ചത്, മദ്യം, ഇങ്ങനെ എണ്ണി പഠിക്കും 3-ാം ക്ലാസ്സിൽ തന്നെ. അങ്ങനെ ജീവിതത്തിൽ, ശരീരത്തിലും, വസ്ത്രത്തിലും, പാർപ്പിടത്തിലും എല്ലാം തന്നെ ഈ നജസ്സുകളെ തൊട്ട് ശുദ്ധിയാവുക എന്നത് മുഅ്മിനിൻ്റെ സ്വഭാവം ആണ്. എന്നാൽ ആ കാമിലായ ശുദ്ധി, ബാഹ്യമായ ശുദ്ധിയോടൊപ്പം തന്നെ ഹൃദയം, ലോകമാന്യം, അഹങ്കാരം, ഉൾനാട്യം, ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന്, അസൂയ പോലുള്ള രോഗങ്ങളിൽ നിന്ന് ഹൃദയത്തെയും ശുദ്ധിയാക്കുന്നവനാണ് മുഅ്മിനായ മനുഷ്യൻ. അവരാണ് മസ്ജിദിൽ വരുന്നത്. മസ്ജിദിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം മനുഷ്യൻ്റെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ മോശമായ കാര്യങ്ങളെയും, മ്ലേച്ഛത്തരങ്ങളെയും, നെഗറ്റീവ് എനർജികളെയും ഇല്ലാതാക്കുന്നു. മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെയും മനസ്സിനെയും അത് ശുദ്ധീകരിക്കുന്നു. പിന്നെ മസ്ജിദ് 2 നിലയുടെ ഉയരമുണ്ട് ഉള്ളിൽ. അതെന്തിനാ? മസ്ജിദിലേക്ക് കടക്കുമ്പോൾ തന്നെ മനുഷ്യന് തോന്നണം ഞാൻ വളരെ ചെറുതാണ് എന്ന്. ഇമാം മുഹീദ്ദീൻ നബവി റളിയല്ലാഹു അൻഹുവിനോട് ഡമാസ്കസിലെ ജനങ്ങൾ ഫത്വ ചോദിച്ചു, പള്ളികൾ ഉയർത്തിയുണ്ടാക്കാൻ പാടുണ്ടോ എന്ന്. അപ്പം നബി ഇമാം ഫത്വ കൊടുത്തു, അതിനല്ലാഹു അൻ തുർഫഅ, മസ്ജിദുകൾ ഉയർത്തിയുണ്ടാക്കണം. നിങ്ങളുടെ വീടുകളും മറ്റുമെല്ലാം വളരെ മോടി പിടിപ്പിച്ച് വളരെ ഉഷാറായി നടക്കുമ്പോൾ മസ്ജിദ് അതിൻ്റെ ഇടയ്ക്കൊരു മിസ്കീനായി നിൽക്കാൻ പാടില്ല. മസ്ജിദാണ് ഏറ്റവും പ്രൗഢിയുള്ള കെട്ടിടം ആകേണ്ടത്. അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു, ആ ദിക്ർ ചെയ്യപ്പെടണം. ഒന്നാമതായി വാങ്ക് കൊടുക്കുകയാണ്. വാങ്ക് മസ്ജിദിൻ്റെ ഉള്ളിൽ നിന്നല്ല, മിഹ്റാബിൽ വെച്ചല്ല വാങ്ക് കൊടുക്കേണ്ടത്. പള്ളിയുടെ ഉള്ളിൽ നിന്നുമല്ല, പള്ളിയുടെ മുകളിൽ കയറിയാണ് വാങ്ക് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പുറത്തുള്ള റൂമിൽ വെച്ചാണ് വാങ്ക് കൊടുക്കേണ്ടത്. ഇഖാമത്താണ് മസ്ജിദിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കേണ്ടത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഖതീബിൻ്റെ മുന്നിൽ വെച്ച് കൊടുക്കുന്ന വാങ്ക്
എന്ന് പറഞ്ഞ വാങ്ക് ഉള്ളിന്ന് കൊടുക്കണോ പുറത്തുനിന്ന് കൊടുക്കണോ എന്ന് മാത്രമാണ് ഉലമാ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ബറേലിയിലും ബദായൂനിലും മാർച്ചിൽ തന്നെ വലിയ കനപ്പെട്ട ഒരു ഗ്രന്ഥം ഇമാം റസാ ഖാൻ തങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർ ഹനഫി മദ്ഹബുകാരാണ്. ഷാഫിഈ മദ്ഹബിലും മസ്ജിദിൻ്റെ ഉള്ളിൽ നിന്നല്ല വാങ്ക് കൊടുക്കുക, അത് മൈക്ക് ഒന്ന് മാത്രമായപ്പോൾ ഇമാമിനും മൈക്ക് വേണം, മുക്രിക്കും വേണം, അങ്ങനെ അറിയാതെ വാങ്ക് ഉള്ളിലേക്ക് വന്നതാ. പണ്ടൊക്കെ കൊടുത്തിരുന്നത് മുക്രിയുടെ റൂമിൽ വെച്ചോ അല്ലെങ്കിൽ പള്ളിയുടെ മുകളിൽ വെച്ചോ ആണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. വാങ്ക് കൊടുക്കലാണ് ഏറ്റവും വലിയൊരു ദിക്ർ. പിന്നെ ഖുർആൻ പാരായണമാണ്, നിസ്കാരമാണ്. അഖിമിസ് സ്വലാത്ത ലിദിക്രി. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അങ്ങനെയുള്ള ദിക്റുകളെല്ലാം മസ്ജിദിൽ വെച്ച് ചൊല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തുകൾ അങ്ങനത്തെ എല്ലാ അമലുകൾക്കും വേണ്ട സ്ഥലം മസ്ജിദ് തന്നെയാണ്. അതുകൊണ്ട് പരമാവധി നമ്മുടെ ദീനീയായ അമലുകൾ, ഏർപ്പാടുകൾ, ക്ലാസ്സുകൾ, പ്രഭാഷണങ്ങൾ എല്ലാം മസ്ജിദിനകത്ത് തന്നെയാക്കാൻ ശ്രമിക്കണം. ഇതുപോലുള്ള വലിയ സദസ്സുകൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് പുറത്ത് കെട്ടേണ്ടി വരും എന്നല്ലാത്ത സാധാരണ നടന്നു വരുന്ന പരമാവധി പരിപാടികൾ മസ്ജിദിൻ്റെ ഉള്ളിലാക്കണം. അതിലൊരുപാട് ഗുണമുണ്ട്. ഒന്ന്, എഴുത്തിക്കാഫിൻ്റെ നീയത്ത് കിട്ടും, നിലത്തിരിക്കുന്ന പുണ്യം കിട്ടും. മസ്ജിദിൽ തന്നെയുള്ള മൈക്കും സൗണ്ടൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആളുകളുടെ കാതൊന്നും പൊട്ടിപ്പോകൂല, ഹാർട്ട് അറ്റാക്കായി പോകൂല. അമിതമായ ലൈറ്റിൻ്റെയും ആവശ്യമില്ല, അവിടെയുള്ള ലൈറ്റ് ഉപയോഗിച്ചാലും മതി. ഒരുപാട് കൂലി ആ പരിപാടി കഴിഞ്ഞു പോകുമ്പോഴേക്ക് കിട്ടുകയും ചെയ്യും. മസ്ജിദുകൾ അതിനെല്ലാം ഉള്ളതാണ്. ധാരാളമായി പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷയം കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ മസ്ജിദ് മർഹൂമ അസ്മാ ബീവി, അസുമ എന്ന് ഇംഗ്ലീഷിൽ എഴുതി, അറബിയിൽ എഴുതിയ കറക്റ്റാ അസ്മാ. അസുമ എന്ന് എഴുതിയത് പണ്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ എഴുതിയ സ്പെല്ലിങ്ങിൽ അങ്ങനെ വന്നതുകൊണ്ട് മാഷുമാർ പല കോലത്തിൽ എഴുതിപ്പോകും. അപ്പോൾ വായിക്കേണ്ടത് അസ്മാ. അസ്മാ എന്ന് പറയുന്ന ഉമ്മയുടെ പേരിൽ അബ്ദുൽ ഖാദിർ സ്വാഹിബ് ഉണ്ടാക്കിയ മസ്ജിദാണ്. അള്ളാഹു രണ്ടുപേർക്കും അതിൻ്റെ പ്രതിഫലം നൽകട്ടെ. മഹദിയുടെ പരലോക ജീവിതം അള്ളാഹു സന്തോഷമാക്കി കൊടുക്കട്ടെ. അസ്മാ എന്ന് പറയുന്ന വലിയ ഏറ്റവും മനോഹരമായൊരു നാമമാണത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ, ദാത്തുൻ നിതാഖൈൻ എന്ന് പറഞ്ഞ് പ്രത്യേകമായ നാമം നൽകപ്പെട്ട ഉമ്മു സഹാബിയത്തായ ഏറ്റവും വലിയ മഹദിയാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ പേരിലാണ് അബ്ദുൽ ഖാദിർ ഹാജിയുടെ ഉമ്മയുടെ പേരും. അള്ളാഹു ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് ഈ മസ്ജിദിൻ്റെ പ്രതിഫലം ചേർത്ത് ഈ മഹദിയെയും അവരുടെ കുടുംബത്തിൽ ദിവംഗതരായ ആളുകളെയും ഹാജി സാഹിബിനെയും എല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളെയും എല്ലാം നമ്മയെല്ലാം അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. പണമുണ്ടായതുകൊണ്ട് കാര്യം ഇല്ല. ചിലർ വലിയ മസ്ജിദൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ വിചാരിക്കും അയാൾ വലിയ പണക്കാരനാണ്. 2.5 കോടിൻ്റെ മസ്ജിദ് ഉണ്ടാക്കിയാൽ ഇയാളെടുത്ത് 100 കോടി ഉണ്ടാകും എന്ന് വിചാരിക്കും. ഉണ്ടാവട്ടെ. ചിലപ്പോൾ 2.5 കോടി കഴിഞ്ഞാൽ പിന്നെ 25,000 മാത്രമേ ബാക്കി ഉണ്ടാകൂ. കയ്യിലുള്ളത് മുഴുവനും എടുത്തിട്ട് അങ്ങനെ സ്വതക്ക ചെയ്യുന്ന ആളുകളുണ്ട്. വയനാട്ടിൽ മർക്കസിന് ഒരു സ്ഥാപനം ഉണ്ട്, മദീന അക്കാഡമിയ. 10 ഏക്കർ സ്ഥലമുണ്ട്. മഹാനായ CM വലിയുല്ലാഹി റഫഅല്ലാഹു ദർജതഹു അവരുടെ അരുമ ശിഷ്യൻ, വലിയ മുഹിബ്ബാണ്. അവിടെ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന, അഹമ്മദ് കോയ ഹാജി എന്ന് പറയുന്ന ഒരാൾ, ആജിയാർ എന്ന് പറയും. മൂപ്പരുടെ ആ സ്ഥലം 10 ഏക്കർ ഒന്നായിട്ട് മടവൂർ മൂപ്പർക്ക് കൊണ്ടുപോയി കൊടുത്തു. മടവൂർ അവർ പറഞ്ഞു, ഇത് ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുക്കും, മർക്കസിനെ ഏൽപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. ആ 10 ഏക്കറയുടെ മൂലയിൽ ഒരു 10 സെന്റ് മാറ്റി വെച്ച് അതിൽ ചെറിയൊരു വീടുണ്ടാക്കി അദ്ദേഹം അവിടെ താമസിച്ചു. ബാക്കി മുഴുവനും ദാനം ചെയ്തു. ഇന്നവിടെ വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി മാറി. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള 10ാം ക്ലാസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടാനുള്ള സ്ഥാപനം. ഇന്ന് നമുക്കിവിടെ എല്ലാം പെൺകുട്ടികൾക്കുള്ള സ്ഥാപനങ്ങളുണ്ട്. ഖാദിസിയയുടെ കീഴിലുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരുപാട് സ്ഥാപനങ്ങളിലുണ്ട്. മന്നാനിയയിൽ നേരത്തെ ഉസ്താദ് ഇവിടെ നിന്ന് പറയുകയുണ്ടായി.
പെൺകുട്ടികൾക്ക് പഠിക്കാൻ ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് ആവശ്യമാണ്. കാരണം അവരൊക്കെ കൂടുതൽ ഇൽമ് പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടു വരുന്നുണ്ട്. എന്നാൽ ഭൗതിക പഠനങ്ങളിലേക്ക് പെൺകുട്ടികൾ വല്ലാതെ പോയിട്ട് എന്താണ് മകള് പഠിക്കുന്നത്? മകള് ഡാറ്റാ സയൻസ് ആണ് പഠിക്കുന്നത്. നിന്റെ മകൾ എന്താ പഠിക്കുന്നത്? അവള് ഫൈനാൻസിൽ PG ചെയ്യുകയാണ്. എന്നിട്ടോ അവൾക്ക് ജോലി ഓസ്ട്രേലിയയും കിട്ടും, ഭർത്താവിന് ജോലി ലണ്ടനിലും കിട്ടും. എന്നിട്ട് പറയും മക്കളുണ്ടായിട്ടില്ല ഉസ്താദെ ദ്വാരക്കണം. ഭാര്യ ഓസ്ട്രേലിയയിലും ഭർത്താവ് ലണ്ടനിലും ആയ മക്കളുണ്ടാവുമോ? അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസമല്ല മക്കൾക്ക് കൊടുക്കേണ്ടത്. ദീൻ പഠിക്കാൻ, ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ, ഫിഖ് ഉൾക്കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസമാണ് പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതോടൊപ്പം അവർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന അധ്യാപനം, വൈദ്യം, അതുപോലെ ഡിസൈനിങ്, റൂമിലിരുന്ന് ചെയ്യാം, ഹിജാബ് നഷ്ടപ്പെടുത്താതെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന അത്തരം കാര്യങ്ങൾ എത്രയും പഠിക്കാൻ പെണ്ണിന്. പക്ഷേ ഹിജാബോടുകൂടിയും ദീനിയായ ചിട്ടവട്ടത്തോടുകൂടിയാകണം. +2 റിസൾട്ട് വന്നപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, എവിടെയാണ് കുട്ടികളെ ചേർക്കുക? പെൺകുട്ടികൾ എവിടെ ചേർക്കുക? 10ാം ക്ലാസ് കഴിഞ്ഞവരെ എവിടെ ചേർക്കുക? മർക്കസിൻ്റെ കീഴിൽ ഹാദിയ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെൻ്റ് ഉണ്ട്. നോളജ് സിറ്റിയിൽ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്ന നീറ്റ് കോച്ചിങ്ങും JEE കോച്ചിങ്ങും അതുപോലെ LLBക്ക് കോച്ചിങ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള +2 പഠനം ഉണ്ട്. സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞവർക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്, എൻജിനീയറിംഗ് പഠനമുണ്ട്, ടെക്നോളജിക്കൽ പഠനമുണ്ട്. അതിലൊക്കെ ആൺകുട്ടികൾക്ക് പ്രത്യേകമായ സൗകര്യവും പെൺകുട്ടികൾക്ക് വേറെ സൗകര്യവും ഉണ്ട്. അവിടെയൊക്കെ ദീനിൻ്റെ പഠനം അതിൻ്റെ കൂടെ അവർക്ക് ലഭിക്കും. BBA MBA പഠനമുണ്ട്. അതെല്ലാ MBA കോളേജിലും പഠിപ്പിക്കുന്നത് പോലെയല്ല, മറിച്ച് വർക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. 6 മാസം പഠിക്കും, 6 മാസം ജോലിക്ക് പോകും, ജോലി ചെയ്തു പഠിക്കും, വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നീന്തം പഠിക്കും, പുസ്തകത്തിൽ നിന്ന് നീന്തം പഠിക്കുന്ന പരിപാടിയല്ല. MBA എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഫാക്ടറിയിലാണ് പോവുക 6 മാസം. അത് വെച്ചിട്ടാണ് പിന്നെ അടുത്ത 3 മാസത്തെ ക്ലാസ്. അങ്ങനെ വർക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭിച്ചിട്ടുള്ള എയ്മർ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നോളജ് സിറ്റിയിലുണ്ട്. അതുപോലെ കുട്ടികൾക്ക് LED ബൾബ് മുതൽ എയർ കണ്ടീഷൻ വരെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന, ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന, ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കോഴ്സുകൾ അങ്ങനെയെല്ലാം ചേർന്നിട്ടുള്ളതാണ് നോളജ് സിറ്റി. സാന്ദർഭികമായി വിഷയം കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഈ മലയോര മേഖലയിലുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ കേൾക്കാത്തവർ ധാരാളം ഉണ്ടാകും. അതുപോലെ ഈ മസ്ജിദ്, വലിയൊരു മസ്ജിദ് ഈ ഗ്രാമത്തിലുണ്ടായി. 40ഓളം മഹല്ലുകളിൽ 40 ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് പെരിങ്ങാട് ഉസ്താദ് അവർകൾ ഉണർത്തുകയുണ്ടായി. അങ്ങനെ മഹല്ലുകളുടെ ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ മസ്ജിദുകൾ മാറണം. നോളജ് സിറ്റിയിലെ മസ്ജിദ് ജാമിഉൽ ഫുതൂഹ്, ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് എന്നാണ് അതിൻ്റെ പേര്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫഅലായിട്ടുള്ള മസ്ജിദാണ്. ഈ നോമ്പിന് 2000 ആളുകളാണ് ഓരോ ദിവസവും നോമ്പ് തുറക്കാൻ. 17ാം രാവിന് 25,000 ആള്. ഏരൂർ ഉസ്താദിനെ ഞാൻ എല്ലാ കൊല്ലം ദിവസം അതിനേക്കാളും വലിയ പരിപാടി മൂപ്പരുടെ സ്ഥലത്തുണ്ടാകും. റബീഉൽ അവ്വൽ വിളിക്കും, അന്നും അവിടെ വലിയ പരിപാടി ഉണ്ടാവും. എന്നാൽ അതൊന്നും അല്ലാത്തൊരു ദിവസം വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പ്രായം ചെന്ന വലിയ ഉസ്താദ്മാരെല്ലാവരും വരണം. മാസത്തിൽ 4ാമത്തെ വെള്ളിയാഴ്ച, നമ്മുടെ മാസമാണ് ശവ്വാൽ, ദുൽഖിഅദ, ദുൽഹിജ്ജ. ഇംഗ്ലീഷ് മാസമല്ല, അത് നമ്മുടെ മാസമല്ല. അറബി മാസങ്ങളിലെ 4ാമത്തെ വെള്ളിയാഴ്ചയാണ് അൽ ഹദ്റത്തുൽ ഖാദിരിയ അവിടെ വെച്ച് നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ വരാം എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഇന്ന് ഹിഫ്ള് മദ്രസയിൽ നിന്ന് പാസ്സായ കുട്ടികൾക്ക് സനദ് കൊടുത്തു. അതുപോലെ ശരീഅ മദ്രസയിൽ നിന്ന് പാസ്സായ വിദ്യാർത്ഥികൾക്ക് ആലിം സനദും കൊടുത്തു. സനദ് ദാന പ്രസംഗം എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ ഉസ്താദുമാരുടെയൊക്കെ പൊരുത്തത്തോടു കൂടി 2 വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. ഹിഫ്ളിൻ്റെ സനദ് എന്ന് പറയുന്നത് ഖുർആൻ ഹിഫ്ള് ചെയ്ത ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കൊടുത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മനഃപ്പാഠമാക്കി. ഓതിക്കൊടുക്കുമ്പോൾ തന്നെ തങ്ങൾ സ്പീഡിൽ ഇങ്ങനെ ഓതും.
അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, തങ്ങളങ്ങനെ സ്പീഡായിട്ട് ഓതേണ്ട കാര്യം ഇല്ല. ഫൈദാ ഖറഅനാഹു ഇന്ന അലൈനാ ജംഅഹു വഖുർആന, അത് ഹൃദയത്തിലാക്കി തരുന്നത് അത് ഞാൻ ഏറ്റിട്ടുണ്ട്. വഖുർആന, പിന്നെ തങ്ങൾ ഓതിക്കോളും. അങ്ങനെ തങ്ങൾക്കത് ജിബ്രീൽ അലൈഹിസ്സലാം ഓതുമ്പോഴേക്ക് തങ്ങൾക്ക് ഹിഫ്ളാകും, തങ്ങളത് പിന്നെ ഓതും. വർഷത്തിലൊരിക്കൽ റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി തങ്ങൾക്ക് ഇങ്ങോട്ട് ഓതിക്കൊടുക്കും, നബി തങ്ങൾ അത് കേൾക്കും, നബി തങ്ങൾ അങ്ങോട്ട് ഓതിക്കൊടുക്കും, ജിബ്രീൽ അലൈഹിസ്സലാം അത് കേൾക്കും. അങ്ങനെ റമദാൻ എന്ന് പറയുന്നത് ഖുർആൻ ഹയാത്താക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ടാണ് ഹാഫിദുകളായ കുട്ടികൾക്ക് റമദാൻ മാസത്തിൽ വേറെ ഒരു പരിപാടിയും പാടില്ല. അവരെന്തായാലും ഏതെങ്കിലും മസ്ജിദിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഖത്മ തീർത്തുകൊണ്ട് ഖുർആൻ ഓതണം. അങ്ങനെയാണ് ആ ഖുർആനെ ഓരോ വർഷവും പുതുക്കിയെടുക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് കേട്ടുപഠിച്ചു. അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് താബിഈകൾ പഠിച്ചു. അങ്ങനെ ഖുർആകൾ വഴി മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിറാഅത്ത്, ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിറാഅത്ത് ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത അതാണ് നമ്മുടെ നാടുകളിൽ വ്യാപകമായി വന്നിട്ടുള്ള സനദ്. അത് കണ്ണി മുറിയാതെ ഉസ്താദുമാർ വഴി വന്ന് ഇവിടെ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദ്, അതാണ് അതിൻ്റെ സനദ് എന്ന് പറയുന്നത്. ആ ഉസ്താദിൻ്റെ അടുത്ത് ആദ്യം മുതൽ അവസാനം വരെ കേട്ടിട്ടുണ്ടെങ്കിൽ, കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് സനദ്. ആ സനദിനുള്ള ഇജാസത്തും ഷഹാദത്തുമാണ് ഇന്ന് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി മാത്രം ഇരുന്ന് വീട്ടിൽ നിന്ന് അങ്ങ് പഠിച്ചു, അല്ലെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു, വേറെ എവിടെ നിന്നും കണക്ഷനൊന്നുമില്ല എങ്കിൽ അതിന് സനദ് എന്ന് പറയില്ല. എങ്കിലും ഇജാസത്ത് വാങ്ങ വേറൊരാളെ കൊണ്ടുപോയി കേൾപ്പിച്ചിട്ട്. അങ്ങനെ സനദ് എന്ന് പറയുന്നത് അതാണ്. ഹിഫ്ളുൽ ഖുർആൻ മദ്രസ പണ്ട് എവിടെയോ ഒരു സ്ഥലത്ത് കോളേജിൽ നിന്ന് അബദ്ധത്തിൽ ഇട്ടുപോയതാണ്. അത് അവർ മായ്ച്ചു കളഞ്ഞിട്ട് വർഷങ്ങളായി. പക്ഷെ ഇപ്പോഴും എല്ലാവരും കോളേജ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹിഫ്ളുൽ ഖുർആൻ മദ്രസ, കോളേജ് എന്ന് വെച്ചാൽ പിന്നെ പഞ്ചായത്തുകാർ ടാക്സ് ഇടാനൊക്കെ വരും. കോളേജ് എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിനാണ്, വലിയ സ്ഥാപനത്തിന്. അപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ മദ്രസ അല്ലെങ്കിൽ മർക്കസ് തഹ്ഫീദുൽ ഖുർആൻ, അതുപോലെ ശരീഅത്ത് പഠിച്ച കുട്ടികൾക്ക് ആലിം ബിരുദമാണ് ഇവിടെ നിന്ന് കൊടുത്തത്. ആലിം ബിരുദം എന്ന് പറഞ്ഞാൽ അത് തമിഴ്നാട്ടുകാരുണ്ടാക്കിയ ഒരു സനദിൻ്റെ പേരാണത്. പേരുള്ള ആലിം സർട്ടിഫിക്കറ്റുള്ള മൗലവിയാകുന്നു ഇത് എന്നാണ് അർത്ഥം. അപ്പോൾ ഷറഹുൽ അഖായിദയും ജംഉൽ ജവാമിഉം അതുപോലെയുള്ള കിതാബുകളെല്ലാം ഓതി, മഹല്ലി 4 ജുസു ഒക്കെ ഓതി, അങ്ങനത്തെ ആളുകൾക്കാണ് ആലിം എന്ന് പറയുന്ന ഡിഗ്രി കൊടുക്കുന്നത്. അതിനുശേഷം ബുഖാരിയും മുസ്ലിമും സിഹാഹുസിത്ത മുഴുവനും ഓതി, തുഹഫത്തുൽ മുഹ്താജിൻ്റെ 2 ജുസ് എങ്കിലും അല്ലെങ്കിൽ മുഖ്താറായ കുറേ ഭാഗങ്ങൾ ഓതി, വലിയ മന്തിഖിൻ്റെ കിതാബൊക്കെ ഓതിയിട്ട് നല്ല കഴിവാർജിച്ച ആളുകളാകുമ്പോൾ അവർക്ക് ഫാദിൽ എന്ന് പറഞ്ഞ ഡിഗ്രിയും കൊടുക്കും. പിന്നെ 1 വർഷമോ 2 വർഷമോ ഓതിയാൽ അവർക്ക് കാമിൽ എന്ന് പറഞ്ഞ ഡിഗ്രി കൊടുക്കും. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ വരുന്ന ഡിഗ്രിയാണത്. മെഡിസിൻ്റെ ഡിഗ്രി ലോകത്ത് ആദ്യം കൊടുത്തിരുന്നത് ഫാദിലെ തിബ്ബ് എന്ന് പറഞ്ഞിട്ടാ. ലോകത്താദ്യമായി വെറ്റിനറിയുടെയും മെഡിക്കൽ സയൻസിൻ്റെയും ഡിഗ്രി കൊടുത്തത് മൊറോക്കോയിലെ ഫാസ് ജുമാ മസ്ജിദിലാണ്. ഖറവിയൻ ജുമാ മസ്ജിദ് ഫാസിലുള്ള ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതാണ് ലോകത്ത് ആദ്യത്തെ മെഡിസിൻ്റെ ഡിഗ്രി. വെറ്റിനറി ഡോക്ടർ ഡിഗ്രിയും അതാ. അതിൽ ഫാദിലെ തിബ്ബോ കാമിലെ തിബ്ബ്. ഫാദിലെ തിബ്ബ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി, കാമിലെ തിബ്ബ് എന്ന് പറഞ്ഞാൽ PG. പിന്നെ കുറേ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പിന്നെ BMBUSും അതുപോലെ തന്നെ MDയും മറ്റൊക്കെ ഉണ്ടായത്. MBBS എന്ന് പറഞ്ഞൊരു ഡിഗ്രി ഉണ്ട് അല്ലേ? ശരിക്കും BMBS എന്നാണ് പറയേണ്ടത്, അതും തെറ്റിപ്പോയതാ. ബാച്ചിലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി, അതാണ് BUMS. ബാച്ചിലർ ഓഫ് ആയുർവേദ മെഡിസിൻ ആൻഡ് സർജറി BAMS. അതുപോലെ ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി BMBS. അതുപോലും തെറ്റിപ്പോയി. MBBS ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോലുണ്ടല്ലോ. വലത്തെ പല്ലിന് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഇടത്തെ പല്ല് പറയ്ക്കുന്ന ചില ഡോക്ടർമാരുണ്ട്. അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കത്രിക പള്ളിയിൽ വെച്ച് തുന്നിപ്പോകുന്ന ഏർപ്പാടുണ്ട്. ഡിഗ്രി തന്നെ BMBS എന്ന് പറഞ്ഞാൽ MBBS എന്ന് എഴുതിയാൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുക.
അപ്പൊ ഈ ഡിഗ്രിയൊക്കെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോകത്ത് വന്നിട്ടുള്ളത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് അബുൽ ഖാസിം സഹ്റാവി സ്പെയിനിൽ കുടലിന്റെ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഇബ്നു സീന ബഗ്ദാദിൽ വെച്ച് തലയോട്ടി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അവരണച്ചുണ്ടാക്കിയ കത്തികളും ഉളികളും നൂലും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അക്കാലഘട്ടത്തിൽ ഓപ്പറേഷൻ നടത്തിയത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഉസ്ബെക്കിസ്ഥാനിലായിരുന്നു 4 ദിവസം മുമ്പ്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ മാവറ അൻ നഹർ എന്നാണ് ആ രാജ്യത്തിൻ്റെ പഴയ പേര്. ഉലമാഇന്റെ നാടാണ്. ഇമാം ബുഖാരി, ഇമാം തിർമിദി, ഇമാം ഷാഷി, ഇമാം മിർഗനാനി അങ്ങനെ തുടങ്ങിയിട്ട് 1000കണക്കിന് ഇമാമിങ്ങളുടെ നാടാണ്. അതുപോലെ തന്നെ അൽ ഹവാരിസ്മി എന്ന് പറയുന്ന അൽഗുരിതം എന്ന് പറയുന്ന മാത്തമാറ്റിക്സിന്റെ സിസ്റ്റം ഉണ്ടാക്കിയ ഹവാരിസ്മിയുടെ നാടാണ് ഹിവ എന്ന് പറയുന്നത്. ഇന്ന് കുട്ടികൾക്കൊക്കെ അറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ ബേസ് അൽഗുരിതമാണ്. ദുബായിലേക്ക് അടുത്ത 30-ാം തീയതി പോകണം. ടിക്കറ്റ് എത്ര? 22,000. ഒന്നുകൂടെ പരിശോധിച്ച് 23,000. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കി 24,000. ഇതിങ്ങനെ കയറി പോവുകയാണ്. എന്താ കാരണം? അൽഗുരിതം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ തന്നെ സ്വയം അറിയും എത്ര ആൾ പരിശോധിക്കുന്നുണ്ട്, കുറേ ആൾ നോക്കുന്നുണ്ട്, അപ്പോൾ ഡിമാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഇടിച്ച് കയറിക്കൊണ്ടേയിരിക്കും. ആരും പോകാനില്ലാത്ത ദിവസം 6,000 രൂപ ദുബായിലേക്ക് ടിക്കറ്റ്. ഇതിനൊന്നും ഇപ്പോൾ ആളാവശ്യമില്ല. ഇതെല്ലാം കമ്പ്യൂട്ടറിൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കും, നിർമ്മിത ബുദ്ധി. അത് ദക്കാഉൽ ഇസ്തിനാഇ എന്ന് പറയും. ഇത് ഇന്ന് നടക്കുന്ന ലോകത്ത് ഏറ്റവും വലിയ ഗവേഷണം നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായ മാത്തമാറ്റിക്സ് അൽ ഹവാരിസ്മി എന്ന് പറയുന്ന ഇമാം ഉണ്ടാക്കിയതാണ്. അൽ ഹവാരിസം, അൽ ഹോരിതം, അതാണ് അൽഗരിതം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നാട് ഉസ്ബെക്കിസ്ഥാനാണ്. അതുപോലെ തന്നെ അൽ ബീറൂനി തന്നെയല്ലേ ഭൂമിയുടെ ചുറ്റളവ് 1000 വർഷം മുമ്പ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച ആളാണ്. അങ്ങനത്തെ വലിയ മാത്തമാറ്റീഷ്യന്മാർ അമീർ തൈമൂറിന്റെ ഗ്രാൻഡ് സൺ ആണ് ഉലുഗ് ബേഗ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. അദ്ദേഹം ഉണ്ടാക്കിയ വലിയ യൂണിവേഴ്സിറ്റി അവിടെയുണ്ട്. മദ്രസ എന്നാണ് യൂണിവേഴ്സിറ്റിക്ക് അക്കാലത്ത് പറയുക. ഒബ്സർവേറ്ററി ഉണ്ട് വാനനിരീക്ഷണം നടത്താൻ വേണ്ടി. അതുപോലെ ധാരാളം പണ്ഡിതന്മാർ ജീവിച്ചുപോയ ഒരു നാടാണ് മാവറ അൻ നഹർ. അപ്പോ ആ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന അവിടെയാണ് ഇബ്നു സീന എന്ന് പറയുന്ന ആളുടെ ജന്മനാട് അഫ്ഷോന. അവിടെ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ ഈ ആയുധങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. അത് പഠിപ്പിക്കുന്ന കോഴ്സാണ് യുനാനി മെഡിക്കൽ സയൻസ്, BUMS. ഈ BUMS എൻ്റെ പുതിയ പേരാണ് MBBS. അതിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് അണുക്കളെയും വൈറസുകളെയൊക്കെ കണ്ടെത്തി മരുന്നുകളെ മൊളിക്യൂളുകളാക്കി മാറ്റി അവ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വന്നതിനാണ് ഇംഗ്ലീഷ് വൈദ്യം എന്ന് പറയും. ഇംഗ്ലീഷ് അതിൽ ഒറ്റൊന്നുമില്ല. ഇംഗ്ലീഷ് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്? ഓർത്തോ, പീഡിയാട്രിക്, ഗൈനക്കോളജി, എസ്റ്റോക്ടമി, ഇങ്ങനെ പറഞ്ഞ എല്ലാ വാക്കുകളും യുനാനി ഭാഷയാ. ഇംഗ്ലീഷ് ഭാഷ അവർക്ക് ഇല്ല. അവർ ഇംഗ്ലീഷുകാർ വന്നപ്പോഴാണ് അവരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് വൈദ്യം എന്ന് പറയുന്നതാ. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ റഷ്യയിലും ചൈനയിലും മറ്റൊക്കെ പോയി പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഒരക്ഷരവും ഇല്ലാതെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ യുനാനി മെഡിക്കൽ സിസ്റ്റം, അതുപോലെ നാച്ചുറോപ്പതി മെഡിക്കൽ സിസ്റ്റം ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സനദുകൾ, മെഡിക്കൽ സനദ് ലോകത്ത് ആദ്യമായി കൊടുത്തത് ജുമാ മസ്ജിദിൽ നിന്നാണ്. അൽ ഖറവിയീൻ എന്ന് പറഞ്ഞ ജുമാ മസ്ജിദിൽ നിന്നാണ് വൈദ്യപഠനം തുടങ്ങിയത്. ഇംഗ്ലീഷുകാരായ ക്രിസ്ത്യാനികൾ അന്തലുസിലെ മസ്ജിദിൽ വന്നുകൊണ്ടാണ് ഈ വൈദ്യമൊക്കെ പഠിച്ചിരുന്നത്. അന്ന് അന്തലുസിലെ മസ്ജിദിൽ, അതുപോലെ അൽ ഖറവിയൻ മസ്ജിദിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ആളുകൾക്ക് വലിയൊരു കോട്ട് ധരിപ്പിക്കും, തലയിൽ ഒരു പലക വയ്ക്കും. മൊറോക്കോക്കാർ ഖുർആൻ വെച്ചിരുന്നത് ആ പലകയുടെ മുകളിലാണ്. വഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി തലയിൽ ഒരു പലക വെച്ചിരുന്നു എന്നാ. അതാണ് ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റിക്കാർ അവർ സനത് കൊടുക്കുമ്പോൾ തലയിൽ ഒരു പലക വെക്കും. അതിൽ നിന്നാണ്. ആ കോട്ടിടും.
ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് നടന്ന പഠനത്തിൽ നിന്നാണ് ഈ സനദുകൾ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഉലമാക്കൾ ദീനീ പഠനത്തിനും ഭൗതിക പഠനത്തിനുമെല്ലാം ഇങ്ങനെ ഒരു സനദ് കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. വക്കീലന്മാർക്ക് കൊടുക്കുന്ന കോടതിയിൽ, എറണാകുളത്ത് ഹൈക്കോടതി ചെന്നാൽ വക്കീലന്മാർ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ, അവിടെ എൻറോൾ ചെയ്യുമ്പോൾ അവർക്ക് സനദ് എന്നാണ് പറയുക. സനദ് കൊടുക്കും. കാരണം ഇതൊക്കെ അറബിയിൽ നിന്നും മുസ്ലിം ഉലമാക്കളാണല്ലോ ഇതെല്ലാം ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വക്കീല്, അമീന്, മഹ്ശർ, അദാലത്ത്, മുൻസിഫ്, കോടതിയുമായി ബന്ധപ്പെട്ട വ്യവഹാരവുമായി ബന്ധപ്പെട്ട എല്ലാ അൽഫാദുകളും അറബിയിൽ നമ്മൾ കാണാനുള്ള കാരണം മുസ്ലിംകളാണ് ഈ വിദ്യകളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ വിദ്യകളെല്ലാം പഠിക്കണം. ചിലർ ചോദിക്കും, മസ്ജിദിൽ താമസിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുക, ഇതൊന്നും പഴയ കാലത്ത് ഇല്ലല്ലോ എന്ന്. പഴയ കാലത്ത് ഇംഗ്ലീഷ് ഇല്ല. പഴയ കാലത്തുള്ള ഭാഷ ഫാരിസിയാണ്, മറ്റൊന്ന് സംസ്കൃതമാണ്. നിങ്ങൾ 1-ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന കിതാബ് എടുത്തു നോക്കൂ. ഫഅല ഫഅല എന്ന് പറഞ്ഞതിന് തിരുനെൽവേലിക്കാരനായ മുഹമ്മദ് ലബ്ബ അവരെഴുതി വെച്ചത് ലമീർ ദുറോ ഹുവ അസ്ബാത്ത് ഫിഅൽ മാദി മഅറൂഫ്. ഇത് പേർഷ്യൻ ഭാഷയാ. ഇന്നത്തെ ഇംഗ്ലീഷ് പോലെ അന്ന് ഉപയോഗിച്ച പേർഷ്യക്കാരുടെ ഭാഷയാണ്. തഫ്സീർ റൂഹുൽ ബയാൻ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ പേജ് കഴിയുമ്പോഴും കാണാം. ലോജിക്കിന്റെ പുസ്തകം കുട്ടികൾ മസ്ജിദിൽ തന്നെ പഠിക്കുന്നതാ. അതില് അങ്ങനെ കാണാം, എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പേർഷ്യൻ ലാംഗ്വേജിലാണ് അന്ന് പഠിച്ചത്. മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ടോ? നിങ്ങൾ കടയ്ക്കൽ ഉസ്താദിനോട്, പ്രാഞ്ച് എന്ന ഉസ്താദുമാരോട് ചോദിച്ചു നോക്ക്. മസ്ജിദിൽ നിന്ന് അവർ ഹിസാബ് പഠിക്കുന്നുണ്ട്, മാത്തമാറ്റിക്സ്. അറബിയിലാണെന്നേ ഉള്ളൂ. ചിലർ വിചാരിച്ചു ഇംഗ്ലീഷിലായാലേ വിദ്യാഭ്യാസമാകൂ എന്ന്. ഇംഗ്ലീഷ് ഇപ്പോഴുണ്ടായതാ. ഏതു ഭാഷയിൽ എന്നതല്ല, അറിവ് എന്ത് എന്നതാണ്. മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ട്, ലോജിക്ക് പഠിക്കുന്നുണ്ട്, ഷറഹു തഹദീബ്, മിർഖാത്ത്, കുത്തുബി, മീർ കുത്തുബി, മുല്ല ഹസൻ, ഖാദി, ഹംദുല്ല എന്ന് പറഞ്ഞ ഒരു ഡസൻ കണക്കിന് ലോജിക്കിന്റെ പുസ്തകങ്ങൾ നമ്മുടെ ഈ ഇരിക്കുന്ന വയസ്സായ ഉസ്താദുമാരൊക്കെ പഠിച്ചിട്ടുണ്ട്. റഷീദിയ എന്ന് പറഞ്ഞിട്ട് ഡിബേറ്റ് സയൻസ് പഠിക്കുന്നുണ്ട്, ടൈം സയൻസ് പഠിക്കുന്നുണ്ട്, ഡയറക്ഷൻ സയൻസ് പഠിക്കുന്നുണ്ട്, ആസ്ട്രോണമി പഠിക്കുന്നുണ്ട്, ജിയോഗ്രഫി പഠിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ വയസ്സായ ഉസ്താദുമാര്. ചിലപ്പോൾ ജിയോഗ്രഫി പഠിക്കണ്ടോ നിങ്ങൾ ചോദിച്ചാൽ അവരില്ലാന്ന് പറയും. കാരണം അവർ ഇംഗ്ലീഷിലല്ല പഠിക്കുന്നത്. ഭാഷ ഇംഗ്ലീഷ് ആകണം എന്നില്ല. എന്നു മാത്രമല്ല, ലോകത്ത് ഇംഗ്ലീഷുകാരൻ ഭരിച്ചുപോയ നമ്മുടെ ഈ ഇന്ത്യ സബ് കോണ്ടിനെന്റിലും ഗൾഫ് രാജ്യത്തും അല്ലാതെ വേറെ എവിടെയാ ഇംഗ്ലീഷ് ഉള്ളത്? ഇംഗ്ലീഷ് ഇല്ല. റഷ്യയിലോ ചൈനയിലോ സ്പെയിനിലോ യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങളിലോ എവിടെ ചെന്നാലും ഇംഗ്ലീഷ് ആർക്കും മനസ്സിലാകൂല. അപ്പൊ ഇംഗ്ലീഷാണ് ഏറ്റവും മുന്തിയത് എന്ന് വിചാരിക്കുന്നത് മഹാ അബദ്ധമാണ്. അതുകൊണ്ട് നമ്മുടെ മുത്തഅല്ലിമുകൾക്ക് നൽകപ്പെട്ടിട്ടുള്ള അറിവുകളിൽ അള്ളാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഹിഫാദുകൾക്ക് ആ ഹിഫ്ദ് നിലനിർത്തിക്കൊണ്ട് കിതാബ് പഠിച്ച് ആലിംകളായി ദീനിന്റെ മേഖലയിൽ തന്നെ നിലനിൽക്കാൻ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നാട്ടിലേറെ ഹിഫ്ദ് മദ്രസകൾ വർദ്ധിച്ചു വരിക. ഇനി ആരും ഹിഫ്ദ് മദ്രസ ഉണ്ടാക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. കണക്കിലധികം മദ്രസകൾ ഇപ്പം നമ്മുടെ നാട്ടുകളിൽ വന്നിട്ടുണ്ട്. ഇനി ഉണ്ടാക്കേണ്ടത് ഇൽമിന്റെ മദ്രസകൾ ഇനിയും കൂടുതൽ ഉണ്ടാക്കണം. മസ്ജിദുകളിൽ ധാരാളം ദർസ് നടത്തിയിരുന്നു. ഇന്ന് ദർസുകൾ കുറഞ്ഞുപോയി. അതുകൊണ്ട് ദർസുകൾ ഇനിയും കൂടി വരണം. അപ്പം മസ്ജിദിലൊന്നും കുട്ടികളെ ഈ കീറപ്പായയിൽ കിടക്കാനൊന്നും ഇപ്പം കുട്ടികളെ കിട്ടൂല. അപ്പം അതിനൊരു വേറെ കെട്ടിടം ഉണ്ടാക്കി കട്ടിൽ വെച്ചു കൊടുത്ത് AC ഒക്കെ വെച്ചു കൊടുത്തിട്ട് കിതാബ് ഓതാൻ വേണ്ടി മുത്തഅല്ലിമുകളെ ആക്കണം. എന്നിട്ട് ചില കിതാബൊക്കെ പള്ളിയിലിരുന്ന് ഓതുക. അതിന് ദഅ്വാ കോളേജ് എന്ന് പേരിടുന്നതും അതും അബദ്ധത്തിൽ വന്ന ഒന്നാണ്. കേരളത്തിലെ എല്ലാ ദഅ്വാ കോളേജുകാരും അതിൻ്റെ പേരൊന്ന് മാറ്റണം. അതിന് ഇൻ്റഗ്രേറ്റഡ് ഇസ്ലാമിക് ദർസ് എന്നാക്കി മാറ്റുക. പണ്ടേ ഇൻ്റഗ്രേറ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കിതാബും ഇവരൊക്കെ ഓതുന്നുണ്ട്, അത് ഇൻ്റഗ്രേറ്റഡ് തന്നെയാ. എങ്കിലും ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇൻ്റഗ്രേറ്റഡ് ഇസ്ലാമിക് ദർസ് എന്ന് പറയുക. കാരണം കോളേജ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകാരൻ വരുന്ന നമ്പർ ഇടും, ടാക്സ് വാങ്ങും. അവൻ വിചാരിക്കും ഇത് ഫീസ് വാങ്ങുന്ന കോളേജ് പോലത്തെ ഒരു കോളേജാണെന്ന്. അത് മാത്രമല്ല, ഇത് കോളേജല്ല, ദർസ് എന്ന പേര് നിലനിൽക്കണം. ദഅ്വാ കോളേജ് എന്നത് അബദ്ധത്തിൽ എന്നോ വന്നുപോയ ഒരു പേരാണ്. അത് വേറെ എന്തോ ഒരു സാധനത്തിനുള്ള പേര് അറിയാതെ ഇവിടെ ഇട്ടുപോയതാ.
അത് പകർത്തിയിട്ട് ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് മാറ്റിയിട്ട് എല്ലാവരും ഇൻ്റഗ്രേറ്റഡ് ഇസ്ലാമിക് സ്റ്റഡീസ്, കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ് എന്നോ മറ്റോ ആക്കിയിട്ട് ഇംഗ്ലീഷിൽ അങ്ങനെ കുല്ലിയത്തു അൽ ഉലൂമുൽ ഇസ്ലാമിയ വൽ അസ്രിയ അങ്ങനെ എന്തെങ്കിലുമുള്ള പേരാക്കിയിട്ട് മാറ്റണം. അത് അവിടെയൊക്കെ പഠിപ്പിക്കുന്ന ഈ വിദ്യാലയങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടി മസ്ജിദുകളോടനുബന്ധിച്ച് എല്ലാ മസ്ജിദുകളിലും ഇത് വർദ്ധിക്കണം. കോഴിക്കോട്ടെ ബിഷപ്പ് ചാവറയച്ചൻ എന്ന് പറയുന്ന ബിഷപ്പ്, കാത്തലിക് ബിഷപ്പ്, അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, നിങ്ങളുടെ ഈ മസ്ജിദിൽ നടക്കുന്ന സെമിനാരി ഇല്ലേ, ദർസ്, അത് വല്ലാത്തൊരു കാര്യമാണ്. വീട്ടിലേക്ക് കുട്ടികൾ പോയി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ആ മസ്ജിദിൽ നിന്നുള്ള ആത്മീയത എല്ലാ വീട്ടിലേക്കും ചെല്ലും, കണക്റ്റഡ് ആകും. അതല്ലേ നിങ്ങളുടെ ഒരു ആത്മീയ വളർച്ചയുടെ കാരണം. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാനത് നന്നായി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഞങ്ങളുടെ ഇടവകകളിൽ ഇക്കാര്യം പറയാറുണ്ട്. ഞങ്ങളുടെ സെമിനാരികളിലെ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ചെലവിന് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി. ഇന്നൊരൊറ്റ ഉമ്മമാരും തയ്യാറല്ല ചെലവിന് കൊടുക്കാൻ. ഇവിടെ മലയോര പ്രദേശമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്നും മാറിപ്പോയിട്ടുണ്ടാകില്ല. വീട്ടിൽ നിന്ന് ചെലവ് കൊടുക്കണം. ഒരു യൂണിവേഴ്സിറ്റിയാണ് മസ്ജിദിൽ നടക്കുന്ന ദർസ്, ഈ വിഷയങ്ങളെല്ലാം പഠിക്കുന്ന ദർസ്. പക്ഷേ അവിടെ എന്തില്ല? ബെഞ്ച് വേണ്ട, ഡെസ്ക് വേണ്ട, പ്രത്യേക ലൈറ്റ് വേണ്ട, ഇരിക്കാൻ ഇരിപ്പിടം വേണ്ട. ആകെ ഒരാൾ ഒരു ഇമാമിന് ശമ്പളം കൊടുത്താൽ മതി. ഭക്ഷണം നാട്ടുകാർ കൊടുക്കുന്നു, ഇരുത്തം പള്ളിയിലാണ്, കിടത്തം പള്ളിയിലാണ്. അങ്ങനെയാണ് ഒരു ചെലവുമില്ലാതെ ലോകത്ത് ഈ കലാലയങ്ങൾ നടന്നിരുന്നത്. അതുകൊണ്ട് ആ ദർസുകളെ നമ്മൾ പുനഃസ്ഥാപിക്കുകയും എല്ലാം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ ഈ പരിപാടിയിലും ദർസിലും എർബാഡിയ സ്ഥാപനത്തിലും എല്ലാം അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. സുൽത്താനുൽ ഉലമ നിങ്ങളോട് നേരിട്ട് തന്നെ പറഞ്ഞുവല്ലോ, ഞാൻ സുഖമില്ലാത്തത് കൊണ്ടാണ്, അതിന് അടയാളവും സംസാരിക്കുന്നതിനിടത്തും ചുമ വന്നു, വീഡിയോ എടുക്കാൻ പോലും ക്ഷീണമുണ്ട്, യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ പേരിൽ. 2 ദിവസം കഴിഞ്ഞാൽ സുഖമാകും. അല്ലാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. വരാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നതാണ്. ഞാൻ ഉസ്താദ് വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ വരണ്ടെന്നും വിചാരിച്ചതാ. ഇന്ന് SYSൻ്റെ സംസ്ഥാന യുവജന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം തൃശ്ശൂരിൽ ഉണ്ടാക്കുന്ന പരിപാടി, ഞാനതിൻ്റെ സംഘാടകനാണ്, സ്വാഗതം പറയേണ്ട ആളാ. അതൊഴിവാക്കിയിട്ട് ഇന്ന് ഈ പരിപാടിയിലേക്ക് വന്നത് ഇതിൻ്റെ ഒരു പ്രത്യേക താല്പര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഓരോ വിഷയങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഖളാഇൽ നമുക്ക് ഉറച്ച വിശ്വാസം വേണം. ഒരിക്കൽ ഞാൻ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് ഇറാഖിൽ അമേരിക്ക ബോംബിട്ട്, ബങ്കർ ബസ്റ്റർ ബോംബിട്ടിട്ട് 17 നിലയുള്ള അണ്ടർഗ്രൗണ്ട് കെട്ടിടം തകർത്ത് 300 ആളുകൾ മരിച്ചുപോയി. എനിക്ക് വല്ലാത്ത വിഷമമായി. അങ്ങനെ ഞങ്ങളുടെ നാട്ടിനടുത്തുള്ള ഒരു പണ്ഡിതനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിങ്ങനെ സംസാരിച്ചു. ഒരു ഹാലുള്ള ആളാ, ഒരു മസ്താൻ സ്വഭാവമുള്ള ആളാ. എന്താണ് സംഭവിക്കുന്നത് ഇറാഖിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ നോട്ടം, സുന്നിയല്ലേ? ആ സുന്നിയാണെങ്കിൽ അവൻ വിചാരിച്ചതെല്ലാം നടക്കണം, അവൻ വിചാരിച്ചതെല്ലാം നടക്കണം, അള്ളാഹു വിചാരിച്ചതെല്ലാം നടക്കും. ഇവിടെ നടക്കുന്ന ഒരു വിഷയത്തെയും നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. അവൻ നൽകുന്ന ഭക്ഷണം മാത്രമേ നിങ്ങൾ കഴിക്കുകയുള്ളൂ. അവൻ എഴുതി വെച്ചതേ ഇവിടെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ദിവസം വലിയൊരു ഉസ്താദ് വരാൻ വേണ്ടി തീരുമാനിച്ച് നമ്മളെല്ലാം ഒരുങ്ങി. എന്നിട്ട് ഉസ്താദ് വന്നില്ല എന്ന് വിചാരിക്കുക. അപ്പം എന്താണ് എല്ലാവരും അൽഹംദുലില്ലാ എന്ന് പറയണം. ഡബിൾ കൂലി കിട്ടും. വന്നാൽ 1 കൂലി കിട്ടും, വന്നില്ലെങ്കിൽ 2 കൂലി കിട്ടും. അപ്പോൾ ഒരു ഉസ്താദിന് വേണ്ടി വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് വന്നില്ല, ഡബിൾ കൂലി കിട്ടും. 1 കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചുണ്ടാക്കി, 2ാമത്തേത് വരാത്തതിൻ്റെ പേരിൽ ക്ഷമിക്കുകയും ചെയ്തു. അതാണ് മുഅ്മിനിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. وفوق تقديرنا لله تقدير وفوق تدبيرنا لله تدبير. നമ്മൾ കണക്കാക്കുന്നതിന് മുകളിൽ പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ നിശ്ചയിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലല്ല നമ്മുടെ വിജയം ഉള്ളത്. അസ അൻ തുഹിബ്ബു ശൈഅൻ ഫഹുവ ശർറുൻ ലക്കും
നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്കൊരു പക്ഷേ അത് നിങ്ങൾക്ക് വലിയ ഷർറ് തന്നെയായിരിക്കും. അസാ അൻ തക്റഹൂ ശൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഖൈറ് തന്നെയാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് ഗുണമുള്ളത് ഏതാണെന്ന് നിങ്ങളല്ല അറിയുന്നത്, അള്ളാഹു മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ അവൻ കണക്കാക്കിയ മുഴുവൻ വിശ്വകാര്യങ്ങളിലും അവൻ തൃപ്തിപ്പെട്ടുകൊള്ളണം, അള്ളാഹുവിൻ്റെ ഖളാഇൽ തൃപ്തിപ്പെട്ടുകൊള്ളണം. മല്ലം യർള ബി ഖളാഇ വലം യസ്ബിർ ബി ബലാഇ ഫൽയഖ്റുജ് മിൻ തഹ്തി സമാഇ വൽയത്ലുബ് റബ്ബൻ സിവായി. അല്ലാഹു തആല പറയുന്നു, എൻ്റെ ഖളാഇൽ തൃപ്തിപ്പെടാത്ത മനുഷ്യൻ, എൻ്റെ ഖളാ കൊണ്ടൊരാൾ തൃപ്തിപ്പെട്ടില്ല എങ്കിൽ എൻ്റെ ആകാശത്തിൻ്റെ ചുവട്ടിൽ നിന്നവൻ പുറത്തു പോയിക്കൊള്ളട്ടെ, ഞാനല്ലാതെ വേറെ ഒരു റബ്ബിനെ അവൻ അന്വേഷിച്ചു കൊള്ളട്ടെ. നമുക്കൊരു സ്ഥലത്തേക്കും പോകാനില്ല, വേറെ എവിടേക്കും പോകാനില്ല. അള്ളാഹുവിൻ്റെ ആകാശത്തിൻ്റെ ചുവട്ടിലല്ലാതെ നമുക്ക് നിൽക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അർബദിയ അക്കാഡമി അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ. അനസ്സുൽത്താനു ഇബ്രാഹിമു ഇസ്മി ഇലാ ഖൈരിൽ ബരിയത്തി ഇന്തിമായി വലൗലാ ബല്ലു സൈഫി ബിദ്ദിമായി ലകാനൽ ഹിന്ദു കുല്ലുഹു ബിൽ അമായി. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം, മഹാനായ ഇബ്രാഹിം ബാദ്ഷാ ഏർവാടി തങ്ങളവറുകൾ ഈ നാട്ടിൽ വന്നുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ വിജയമാണ് ഈ നാടിൻ്റെ പ്രകാശ സൗരഭ്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, എൻ്റെ ഇന്തിസാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. ഞാൻ ആ കുടുംബത്തിൽപ്പെട്ട മകനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പോരിശയാണ് ഏർവാടിയിൽ നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ മഹാനവറുകളുടെ പേരിൽ നമ്മുടെ പല രാജ്യങ്ങളിലും നടന്നു വരുന്ന, നമ്മുടെ നാടുകളിൽ നടന്നു വരുന്ന ഏർവാടി നേർച്ചകളും മൗലിദുകളും മജ്ലിസുകളും ആ ബറക്കത്ത് കൊണ്ടാണ് വളർന്നു വരുന്നത്. ഇവിടെയും അൽഹംദുലില്ലാഹ് ആ പേരുകൊണ്ട് തന്നെ വലിയൊരു വളർച്ചയുണ്ടെന്ന് നമുക്ക് കാണണം. അല്ലാഹു തആല ഇവിടുത്തെ സ്വലാത്ത് മജ്ലിസ് ഇനിയും ബറക്കത്തുള്ള മജ്ലിസ് ആക്കി തരട്ടെ. ഇവിടുത്തെ മദ്രസകളും ദർസുകളും ഹിഫ്ളുകളും മറ്റെല്ലാ സ്ഥാപനങ്ങളും അല്ലാഹു ധാരാളമായി ബറക്കത്ത് ചൊരിഞ്ഞു തരട്ടെ. ഈ മലയോര മേഖലയിൽ പാവപ്പെട്ട കർഷക തൊഴിലാളികളും സാധാരണക്കാരും കൂലിത്തൊഴിലാളികളുമായ ആളുകൾ ജീവിക്കുന്നൊരു പ്രദേശത്ത് വലിയൊരു മസ്ജിദ് ഉണ്ടാക്കി നമുക്ക് സഹായിച്ചിട്ടുള്ള ഹാജി സാഹിബിന് അള്ളാഹു കൂടുതൽ ബറക്കത്ത് ചെയ്യട്ടെ. ഇസ്മു ഖൈരിൽ അംബിയാഇ വഅബ്ദുൽ ഖാദിരിൽ മശ്ഹൂറു ഇസ്മി വഇസ്മി ഇസ്മു ഖൈരിൽ അംബിയാഇ. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നമ്മെ ഓർമ്മപ്പെടുത്തിയത് എൻ്റെ അറിയപ്പെട്ട പേര് അബ്ദുൽ ഖാദിർ എന്നാണ്, യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ്. എന്നാൽ വിശ്രുതമാക്കപ്പെട്ട പേര് അബ്ദുൽ ഖാദിർ എന്നാണ്. ആ പേരുമാണ് ഈ മസ്ജിദിൽ വന്നിരിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ബറകാത്തുകളും അള്ളാഹു ഈ മസ്ജിദിലും മജ്ലിസിലും ഒരുക്കി തരട്ടെ, ഇറക്കി തരട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരട്ടെ. റഹ്മാൻ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും നീ പുറത്തു തരണം അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണം അല്ലാ. കടങ്ങളെ വീട്ടിത്തരണം അല്ലാ. ആഫിയത്ത് നൽകണം അല്ലാ. ഈമാൻ സലാമത്താക്കണം അല്ലാ. ഈ വേദിയിലിരിക്കുമ്പോൾ ഒരാൾ 25,000 രൂപ കൊണ്ടുവന്ന് മർക്കസിന് വേണ്ടി തന്നു. ഉസ്താദിൻ്റെ കയ്യിൽ കൊടുക്കാൻ ആഗ്രഹിച്ചതാണ്. റബ്ബേ, കാമിലായ ശിഫ കൊടുക്കണേ അല്ലാ. ക്യാൻസർ രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. ഹാർട്ട് രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. കിഡ്നി രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ.
മറ്റെല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ. പെരിങ്ങാട് ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു തആല കൂടുതൽ ബറക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹവും അബ്ദുൽ ജലീൽ മുസ്ലിയാർ അഞ്ചൽ അവർ രണ്ടുപേരും കൂടെ നോളജ് സിറ്റിയിൽ വന്നിട്ടാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ പറഞ്ഞപ്പോൾ വലിയ അത്ഭുതവും ഇത് തോന്നി. അള്ളാഹു അവർക്ക് രണ്ടുപേർക്കും ബറക്കത്ത് ചെയ്യട്ടെ. ഇസ്സീനുദ്ദീൻ ഉസ്താദ്, മുഹമ്മദ് കുഞ്ഞ് സഖാഫി, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സയ്യിദ് എന്തേ നിങ്ങളെ നാടിൻ്റെ പേരാ പറയുക, പെരിങ്ങമല തങ്ങൾ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ, സയ്യിദന്മാർ, മഹാന്മാരുണ്ട്. മുത്തുനൂർ ശിഹാബുദ്ദീൻ അഹ്ദൽ തങ്ങളുടെ ദുആയും എല്ലാം നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞത് നീണ്ടുപോയെങ്കിൽ പൊറുക്കണം, അബദ്ധങ്ങൾ വന്നെങ്കിൽ തിരുത്തണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും പ്രത്യേകമായി ദുആ വസൂയത്ത് ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.